പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കറിയാം, ഇന്ന് പരിശുദ്ധ അമ്മയെ ജപമാലയുടെ രാജ്ഞിയായിട്ട് തിരുസഭ വണങ്ങുകയും ആദരിക്കുകയും ചെയ്യുന്ന ദിനമാണ്. ഈ ദിവസത്തിൽ പരിശുദ്ധ EMS അമ്മയുടെ ഈ നൊവേനയിൽ നമുക്ക് വളരെ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ നമുക്ക് പങ്കുചേരാൻ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേനയിലായിരിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സഹോദരരെ, ദൈവാനുഗ്രഹത്തിനായി IMS അമ്മയുടെ സ്നേഹം പ്രകടമാകുന്ന ഈ നൊവേന നടത്തുന്നതിന് നമ്മുടെ പാപങ്ങളെ ഓർത്ത് പശ്ചാത്താപിക്കുകയും യേശുവിൻ്റെ സ്നേഹത്തിനും കാരുണ്യത്തിനുമായി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുകയും ചെയ്യാം. ദിവ്യേശ്വരേ, ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് അനുരപിക്കുകയും അങ്ങയുടെ കാരുണ്യത്തിനായി അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഏറ്റവും സ്നേഹമുള്ള IMS അമ്മേ, ഈശോയുടെ അതിനിർമ്മല അമ്മയാകുവാൻ ദൈവപിതാവിനാൽ മുൻകൂട്ടി തിരഞ്ഞെടുക്കപ്പെട്ടവളെ, മംഗളവാർത്ത സമയത്ത് ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് ദൈവഹിതത്തിന് സമ്പൂർണമായി സമർപ്പിച്ച അമ്മേ, എന്നെ ഞാൻ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിലൂടെ ദൈവത്തിന് സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവഹിതം മനസ്സിലാക്കി തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചതുപോലെ ഞങ്ങളും ദൈവഹിതം മനസ്സിലാക്കുന്നതിന് പൂർണ്ണമായും ദൈവഹിതം അനുസരിച്ച് ജീവിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് പ്രാപിച്ചു തരണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദിവ്യനാഥേ, അമ്മയെ പോലെ ഞങ്ങളും ദൈവം ഞങ്ങൾക്ക് നൽകിയ എല്ലാ കൃപകളും നന്ദിയോടെ സ്വീകരിച്ച് എളിമയിലും ദൈവസ്നേഹത്തിലും വളർന്നു വരുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ അമ്മേ, അങ്ങേ തിരുകുമാരനെ അനന്തകാരുണ്യത്തിൽ ആശ്രയിച്ചും യാചിക്കുന്ന എല്ലാവർക്കും നൽകപ്പെടുമെന്ന വാഗ്ദാനത്തിൽ ശരണപ്പെട്ടും അവിടുത്തെ പ്രാർത്ഥനയുടെ ശക്തിയിലുള്ള വിശ്വാസത്തിൽ നിറഞ്ഞും ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ നൊവേന വഴിയായി ഞങ്ങൾ യാചിക്കുന്ന അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചു തരണമേ. പ്രത്യേകിച്ചും ഇപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമായ ഈ അനുഗ്രഹം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ ശക്തി സമ്പന്നമായിട്ടുള്ള മാധ്യസ്ഥന് കീഴിൽ നമുക്ക് മൗനമായിട്ട് സമർപ്പിക്കാം. IMS അമ്മേ, ഞങ്ങൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികളും ഈ അനുഗ്രഹം പ്രാപിക്കുന്നതിനായി അങ്ങയുടെ ബലിപീഠത്തിലേക്ക് കാഴ്ചവെക്കുന്നു. അവിടുത്തെ പുത്രന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും ഉദ്ധാനത്തിന്റെയും യോഗ്യതകളാൽ ഞങ്ങളുടെ എളിയ യാചനകൾ സാധിച്ചു തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യം ജീവിക്കുന്ന പിതാവിൻ്റെ ഏകജാതനും വചനവുമായ ഈശോയെ, അങ്ങേ മാതാവായ മറിയത്തെ ശക്തിയുള്ള മാധ്യസ്ഥയായി ഞങ്ങൾക്ക് തരുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. ആ അമ്മയുടെ സമീപത്ത് നിന്നുകൊണ്ട് കൈകൾ കൂപ്പി ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ഈ യാചന അലിവോടെ കേട്ട് ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. വചനമായ ദൈവത്തിൻ്റെ മാതാവേ, ദിവ്യരക്ഷകനെ ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. സ്നേഹം, ക്ഷമ, ജീവിത വിശുദ്ധി എന്നിവയിൽ ഞങ്ങൾക്ക് മാതൃകയായ IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജന്മപാപമില്ലാതെ ഉദ്ഭവിച്ച നാഥേ, രോഗികളുടെ ആശ്രയമായ IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. അങ്ങിൽ ആശ്രയിച്ച് ഈ വിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു വരുന്നവരുടെ അഭയ കേന്ദ്രമായ IMS അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, അവിടുത്തെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തെ, ആ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ശരണപ്പെട്ട് തിരുമുമ്പിൽ നിൽക്കുന്ന അമ്മയുടെ മക്കളെ തൃക്കൺ പാർക്കണമേ. പരിശുദ്ധ അമ്മ വഴിയായി യാചിക്കുന്ന ഏത് നന്മയും അവിടുന്ന് നൽകുമെന്ന വിശ്വാസത്തോടു കൂടെ അണയുന്ന അങ്ങയുടെ പ്രിയ മക്കളെ കാരുണ്യപൂർവ്വം അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവായ യേശുവേ, അവിടുത്തെ അമ്മയായ മറിയത്തെ അങ്ങ് തെരഞ്ഞെടുത്തുവല്ലോ. ദൈവഹിതം മനസ്സിലാക്കി ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഹിതം പോലെ എന്നിലാകട്ടെ എന്ന് പറഞ്ഞ് ദൈവ തിരുമനസ്സിന് അമ്മ വഴങ്ങിയല്ലോ. IMS അമ്മേ,
അമ്മയെ അനുകരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവിധ വിജയങ്ങളിലും പരാജയങ്ങളിലും ദൈവഹിതം വിവേചിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവനാഥേ, അങ്ങ് എലിസബത്തിനെ സന്ദർശിച്ചപ്പോൾ നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലം അനുഗ്രഹീതം എന്ന് പറഞ്ഞ് അവൾ അങ്ങേ അഭിവാദ്യം ചെയ്തപ്പോൾ എളിമയുള്ള ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തി പാടിയല്ലോ. അയ്യമ്മസ്വാമേ, ഞങ്ങളുടെ നേട്ടങ്ങളിൽ ദൈവഹിതം കാണുവാനും പിതാവിനെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാ മാതാവേ, ഉണ്ണി യേശുവിനെയും തിരു ഉദരത്തിൽ വഹിച്ചുകൊണ്ട് സന്തോഷത്തിന്റെ സദ്വാർത്ത എലിസബത്തിനും ഉദര ശിശുവിനും പകർന്നു കൊടുത്ത് ആ കുടുംബത്തെ സന്തോഷഭരിതമാക്കിയല്ലോ. അങ്ങേ മക്കളായ ഞങ്ങളും ഞങ്ങളുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കുവാൻ ഇടയാക്കണമേ. അയ്യമ്മസ്വാമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സന്തോഷത്തിലെ സദ്വാർത്തകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അശ്വരനുടെ സങ്കേതമായ ദൈവമേ, എലിസബത്തിനെ ശുശ്രൂഷിക്കാനായി അങ്ങ് ശാരീരിക അസ്വസ്ഥ്യം മറന്ന് മലപ്രദേശത്ത് കൂടി തിടുക്കത്തിൽ യാത്രയായല്ലോ. മക്കളായ ഞങ്ങളും മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് ശുശ്രൂഷിക്കുവാനുള്ള മനോഭാവം ഉളവാക്കി തീർക്കണമേ. അയ്യമ്മസ്വാമേ, ഞങ്ങളിലുള്ള സ്വാർത്ഥ മനോഭാവത്തെ വെടിഞ്ഞ് നന്മയിൽ വളരാൻ ഞങ്ങളെ സഹായിക്കണമേ. നിർമ്മലയും കന്യകയുമായ മാതാവേ, ഉണ്ണി യേശുവെ ആരാധിക്കുവാൻ വന്ന ആട്ടിടയരോട് നിർമ്മലവും എളിമ നിറഞ്ഞതുമായ മനോഭാവത്തോടും യേശുവിനെ കാണിക്ക സമർപ്പിക്കുവാൻ വന്ന ജ്യോതിശാസ്ത്രജ്ഞന്മാരോട് നിശ്ചയദാർഢ്യത്തോടും അർപ്പണ മനോഭാവത്തോടും കൂടെ ഞങ്ങൾ അങ്ങേ ആശ്രയിക്കുന്നു. അയ്യമ്മസ്വാമേ, യേശുവിനെ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുവാൻ ശക്തിയും ധൈര്യവും നൽകണമേ. സഹരക്ഷകയായ അമ്മേ, അങ്ങയുടെ തിരുവുദരത്തിൽ ശിശുവിന് ജന്മം നൽകുവാൻ അങ്ങ് സമ്മതം നൽകിയല്ലോ. അങ്ങ് ജന്മം നൽകിയ യേശുവിനെ വിനീതർക്കും അനാഥർക്കും ദരിദ്രർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അയ്യമ്മസ്വാമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ കന്യകാ മാതാവേ, അങ്ങ് ജന്മം നൽകിയ ദിവ്യ രക്ഷകൻ സമാധാനവും സന്തോഷവും ആനന്ദവും നൽകാനാണല്ലോ ഈ ലോകത്തിലേക്ക് വന്നത്. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും രാഷ്ട്രത്തിനും തിരുസഭയ്ക്കും ലോകം മുഴുവനും സമാധാനം നൽകുവാൻ മാധ്യസ്ഥം വഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അയ്യമ്മസ്വാമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവ സാന്നിധ്യം, ദൈവ സാമീപ്യം, ദൈവാനുഭവം ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ അമ്മേ, ഞങ്ങൾ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ ജീവിക്കുമ്പോൾ ദൈവാനുഭവത്തിൽ വളരുവാൻ കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അയ്യമ്മസ്വാമേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ അമ്മേ, അങ്ങ് ഉണ്ണി യേശുവിനെ ജെറുസലേം ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ വയോധികനായ ശിമയോൻ പറഞ്ഞു, സകല ജനതകൾക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ നയനങ്ങൾ ദർശിച്ചു. യേശുവിനെ സ്വീകരിച്ച് സ്വന്തമാക്കുമ്പോൾ മാത്രമേ ഞങ്ങൾക്ക് യഥാർത്ഥമായ സമാധാനം ലഭിക്കൂ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കായി മാധ്യസ്ഥം പ്രാർത്ഥിക്കണമേ. അയ്യമ്മസ്വാമേ, ഞങ്ങൾക്ക് യേശുവിനെ നൽകണമേ. ശിമയോൻ അനുഭവിച്ച സമാധാനം ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ. ഉപവാസത്തിലും പ്രാർത്ഥനയിലും വ്യാപരിച്ച് ഭക്തിയായ ഹന്ന നിന്റെ തിരുകുമാരനെ കയ്യിലെടുത്ത് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തുവല്ലോ. അയ്യമ്മസ്വാമേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഹന്നയെ പിന്തുടർന്ന് യേശുവിനെ കുറിച്ച് എല്ലാവരോടും സംസാരിക്കുവാനും എല്ലാവരെയും നിത്യരക്ഷയിലേക്ക് ആനയിക്കുവാനുമുള്ള കൃപ തരണമേ. ഹെരോദോസിന്റെ കരങ്ങളിൽ നിന്നും സ്വപുത്രന്റെ ജീവനെ രക്ഷിക്കാനായി ഈജിപ്തിലേക്ക് പലായനം ചെയ്ത പരിശുദ്ധ അമ്മേ, അങ്ങേ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിന്റെ മങ്ങിയ പാതയിൽ നീ കിടാവിളക്കാകണമേ. അയ്യമ്മസ്വാമേ, ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളെ ധീരതയോടെ സഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം തന്നിൽ ചെയ്ത വൻ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് ജീവിതം ദൈവ മഹത്വമാക്കിയ പരിശുദ്ധ അമ്മേ, മാനവരാശിയിൽ ദൈവം പ്രവർത്തിച്ച വൻ കാര്യങ്ങളെ ഓരോ മനുഷ്യ ഹൃദയങ്ങളും തിരിച്ചറിയുവാൻ ഇടയാക്കണമേ. അയ്യമ്മസ്വാമേ, ദൈവപരിപാലനയിൽ ആശ്രയിച്ചുകൊണ്ട് പുണ്യത്തിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കുടുംബ ജീവിതത്തിന് മാതൃകയായ കുടുംബനാഥേ, ഈജിപ്തിൽ നിന്നും മടങ്ങി നസ്രത്തിൽ വന്ന് താമസിച്ച് ഉണ്ണിയേശുവിനെ വളർത്തുകയും എല്ലാ കാര്യങ്ങളും
ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. അയ്യപ്പസ്വാമി, അങ്ങയുടെ തിരുക്കുമാരൻ നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ അങ്ങേക്ക് വിധേയനായി ജീവിച്ച് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ സംഗ്രഹിക്കുകയും ചെയ്തുവല്ലോ. കല്യാണ വേളയിൽ ബുദ്ധിമുട്ടിലായ കുടുംബത്തിന് സഹായത്തിനെത്തിയ കന്യകാ മാതാവേ, ദാരിദ്ര്യത്താലും രോഗത്താലും അസമത്വത്താലും കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ സഹായിക്കണമേ. അയ്യപ്പസ്വാമി, ദൈവഹിതത്തിന് വഴങ്ങുകയാണ് ഞങ്ങളുടെ ശക്തി എന്ന് മനസ്സിലാക്കി തരണമേ. അങ്ങ് ഞങ്ങളുടെ കുടുംബങ്ങളുടെ നാഥയും സംരക്ഷകയും ആകണമേ. പരിശുദ്ധ വ്യാകുല മാതാവേ, ഗാഗുൽത്തായിൽ വേദന അനുഭവിച്ചവല്ലോ, ഞങ്ങളുടെ വേദനകളിലും കഷ്ടപ്പാടുകളിലും വിശിഷ്ട ഞങ്ങളുടെ മരണസമയത്തും അങ്ങ് ഞങ്ങളുടെ സമീപത്തുണ്ടായിരിക്കണമേ. അങ്ങേ തിരുകുമാരൻ്റെയും അങ്ങയുടെ നാമം ജപിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അയ്യപ്പസ്വാമി, ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളെ ധീരതയോടെ സഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ജെറൂസലേമിലെ തെരുവുകളിൽ മുഴങ്ങി യേശുവിൻ സുവിശേഷം ഗിരിപ്രഭാഷണം. ദൈവിക രാജ്യവിളംബരം, ദൈവിക വാഗ്ദാനം, ദൈവിക രാജ്യവിളംബരം, ദൈവിക വാഗ്ദാനം. ഗിരിപ്രഭാഷണം, ഗിരിപ്രഭാഷണം. ഗലീലിയായിലെ മലമുകളിൽ ജെറൂസലേമിലെ തെരുവുകളിൽ മുഴങ്ങി യേശുവിൻ സുവിശേഷം ഗിരിപ്രഭാഷണം. ദൈവിക രാജ്യവിളംബരം, ദൈവിക വാഗ്ദാനം, ദൈവിക രാജ്യവിളംബരം, ദൈവിക വാഗ്ദാനം. ഗിരിപ്രഭാഷണം, ഗിരിപ്രഭാഷണം. ആത്മാവിൽ ദരിദ്രരെ ദൈവരാജ്യമിതാ, കണ്ണീർ വീഴ്ത്തും ദുഃഖിതരെ സ്വർഗാശ്വാസമിതാ. ശാന്തശീലരായവരെ ഭൂമി നിങ്ങൾക്കവകാശം, നീതിക്കായി വിശന്നവരെ നിങ്ങൾക്കെന്നും സംതൃപ്തി. ഭാഗ്യവാന്മാരെ ആരാധിച്ചിടുവിൻ, ദൈവിക രാജ്യവിളംബരം, ദൈവിക വാഗ്ദാനം, ദൈവിക രാജ്യവിളംബരം, ദൈവിക വാഗ്ദാനം. ഗിരിപ്രഭാഷണം, ഗിരിപ്രഭാഷണം.
നിറഞ്ഞവരോ കാരുണ്യർഹരതാ, മനസ്സിൽ ശുദ്ധി നിറഞ്ഞവരോ ദൈവത്തെ കാണും. രമ്യശീലരായവരേ, എൻ പിതാവിൻ സുതരാകും. നീതിക്കായി സഹിച്ചവരേ, ദൈവരാജ്യം നിങ്ങൾക്കായി. ഭാഗ്യവാന്മാരേ ആഹ്ലാദിച്ചിടുവിൻ, ദൈവിക രാജ്യ വിളംബരം ദൈവിക വാഗ്ദാനം. ദൈവിക രാജ്യ വിളംബരം ദൈവിക വാഗ്ദാനം. ഗിരിപ്രഭാഷണം, ഗിരിപ്രഭാഷണം. ഗലീലിയായിലെ മലമുകളിൽ, ജെറൂസലേമിലെ തെരുവുകളിൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, മഹത്വ കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന ദൈവമേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. യേശുവേ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ദൈവിക രാജ്യ വിളംബരം ദൈവിക വാഗ്ദാനം. ദൈവിക രാജ്യ വിളംബരം ദൈവിക വാഗ്ദാനം. ഗിരിപ്രഭാഷണം, ഗിരിപ്രഭാഷണം. ഗിരിപ്രഭാഷണം, ഗിരിപ്രഭാഷണം. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടുകൂടെ. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം എന്നുള്ള വായന. കർത്താവേ അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് ഗബ്രിയേൽ ദൂതൻ ഗലീലിലെ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൈവദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥം എന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ അവളോട് പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പേ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഹാ, എല്ലാവരും ഒച്ചത്തില് ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 യേശു ക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. നമുക്കറിയാം എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയെ
ജപമാലയുടെ രാജ്ഞി എന്ന് വിളിക്കുന്നത് എന്ന്? തീർച്ചയായിട്ടും ജപമാല പ്രാർത്ഥന, അതിൻ്റെ ദിവ്യരഹസ്യങ്ങളെ ധ്യാനിച്ചു കൊണ്ടുള്ള ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട്, നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് നമ്മൾ അതിനെ ഏറ്റെടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കുടുംബ ജീവിതത്തിലെ കുടുംബ പ്രാർത്ഥനയിലെ ഏറ്റവും ശക്തമായിട്ടുള്ള, ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ജപമാലയുടെ രാജ്ഞി എന്ന് തിരുസഭ മാതാവിനെ വിശേഷിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതിന് ഉത്തരമായിട്ട് നമുക്ക് IMS അമ്മയുടെ നൊവേന പുസ്തകം മുഴുവനായിട്ട് എടുത്ത് വായിച്ചാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കതിന് ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. കാരണം IMS ജപമാലയുടെ അല്ലെങ്കിൽ IMS അമ്മയുടെ നൊവേന പ്രാർത്ഥന എടുത്തു നോക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവ് യേശുവിനോടൊപ്പം തൻ്റെ രക്ഷാകര ദൗത്യത്തിൽ എത്രമാത്രം പ്രയാസങ്ങൾ സഹിച്ച്, സഹനങ്ങൾ സഹിച്ചുകൊണ്ട് യേശുവിനോട് ഒപ്പമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, യേശുവിനോടൊപ്പം ജനനം മുതൽ സ്വർഗാരോഹണം വരെയുള്ള നിമിഷങ്ങളിലും അതിനുശേഷമുള്ള പെന്തക്കോസ്താ തിരുനാൾ വരെയും യേശുവിനോട് ഒപ്പം, നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് സപ്പോർട്ട് നിന്ന ഒരു വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. ഒരുപക്ഷെ 12 സ്ലീഹന്മാരും യേശുവിൻ്റെ ജീവിതത്തിലെ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ അവർ ഒളിച്ചോടി. എന്നാൽ പരിശുദ്ധ അമ്മ ഒളിച്ചോടിയില്ല, യേശു ഇതിനോട് ഒപ്പം തന്നെ ആയിരിക്കുകയാണ്. ആ സഹനത്തിൽ അവളും യേശുവിനോടൊപ്പം നിൽക്കുകയാണ്. ഇനി അതിനുശേഷവും പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ വരുന്നോടം വരെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സഹായകനെ അയക്കാം, എനിക്ക് കുറേ കാര്യങ്ങൾ നിങ്ങളോട് പറയുവാനായിട്ടുണ്ട്, ആ സഹായകൻ വരുമ്പോൾ അവയെല്ലാം നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങൾ സത്യത്തിന് സാക്ഷികളായി ജീവിക്കുവാനായിട്ട് അവൻ നിങ്ങളെ പ്രേരിപ്പിക്കും എന്ന് പറയുകയാണ് യേശുനാഥൻ. അപ്പോൾ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ വരദാനങ്ങളുടെ അകമ്പടിയോടുകൂടെ ജീവിക്കുക എന്നുള്ളതാണ്. ഇനി ആ ക്രിസ്തീയ ജീവിതത്തിൻ്റെ പൂർണ്ണത എങ്ങനെയാണ് കൈവരേണ്ടതെന്ന് പരിശുദ്ധ അമ്മ വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുകയാണ്. എങ്ങനെയാണ്? സഹനത്തിലും ആ സഹനങ്ങളെല്ലാം ദൈവികമായിട്ട് അതിജീവിച്ചുകൊണ്ട് അതിനപ്പുറമുള്ള ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ ഇടപെടൽ, ആത്മവരദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങൾ പ്രാപിച്ചുകൊണ്ട് മാത്രമേ ഒരു വ്യക്തി ഈ ലോകത്തിൽ നിന്നും പരലോകത്തിലേക്ക് പോകുവാനായിട്ട് പാടുള്ളൂ എന്നുള്ളത് പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനാൽ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും പരിശുദ്ധ അമ്മയുടെ മാതൃസഹജമായിട്ടുള്ള പ്രവൃത്തി എന്ന് പറയുന്നത് ഒരു വ്യക്തിയെ നിത്യരക്ഷയിലേക്ക് എങ്ങനെയാണ് പുത്രനോടൊപ്പം നിന്നുകൊണ്ട് നിത്യരക്ഷ പ്രാപിക്കേണ്ടതെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധ അമ്മയുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ നമ്മൾ ധ്യാനിക്കുകയാണ് IMS അമ്മയുടെ നൊവേന വഴിയും. ആ ഓരോ ഇടപെടലിലും മാനവകുലം മാധ്യസ്ഥം വഹിക്കേണ്ടത് എങ്ങനെയാണ് എന്നും വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മളും ഈ പരിശുദ്ധ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോഴും അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുമ്പോഴും ഇന്നത്തെ ഈ വൺ ഡേ പ്രോഗ്രാമിലായിരിക്കുമ്പോഴും നമുക്കും വളരെ ശക്തവും വ്യക്തവുമായിട്ട് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവ മാതാവിൻ്റെ സഹരക്ഷകനായ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും മാതൃകയും നമ്മളിൽ, നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ അല്ലെങ്കിൽ ജനനം മുതൽ ഒരു വ്യക്തിയിൽ സ്വർഗം പ്രാപിക്കുന്നത് വരെ ആ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ഒപ്പം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ നൊവേനയിലായിരിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. പ്രിയ സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സഭയിൽ വിശ്വാസത്തിന്റെ നവീകരണത്തിനും ക്രൈസ്തവ ചൈതന്യത്തിന്റെ പുനരുദ്ധാനത്തിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. തിരുസഭയുടെ മേലാധ്യക്ഷനും ഞങ്ങളുടെ പരിശുദ്ധ പിതാവുമായ ഫ്രാൻസിസ് പാപ്പായിക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപത അധ്യക്ഷനായ ജെയിംസ് മെത്രാനും മറ്റെല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും വൈദികർ, സന്യാസിനികൾ,
അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും പ്രത്യേകമായി IMS മിഷണറിമാർക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും പാപികൾക്ക് മോചനവും ആസന്ന മരണർക്ക് ആശ്വാസവും നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെ നന്മയ്ക്കും ലോക സമാധാനത്തിനും രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിനു വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കുടുംബങ്ങൾ സമാധാനത്തിലും ഐക്യത്തിലും വളർന്നു വരുവാൻ ഇടയാക്കണമെന്നും കുട്ടികളെ നിർമ്മലരായി കാത്തുകൊള്ളണമെന്നും യുവതി യുവാക്കളെ സന്യാസത്തിലേക്കും ദൈവിക വൃത്തിയിലേക്കും ക്ഷണിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ ഇടയിൽ ദാരിദ്ര്യത്താൽ കഷ്ടപ്പെടുന്നവർക്കും തൊഴിലില്ലായ്മയാൽ ക്ലേശിക്കുന്നവർക്കും മാനസികമായി ദുഃഖിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ വിശുദ്ധ സ്ഥലത്ത് സമ്മേളിച്ചിരിക്കുന്ന ഓരോരുത്തർക്കും ആവശ്യമായ ആത്മീയ നന്മകളും ഭൗതിക നന്മകളും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളിൽ നിന്നും മരണം വഴി വേർപെട്ടു പോയ എല്ലാവരുടെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുക്കൾ, സ്നേഹിതർ, മറ്റാരാലും ഓർക്കപ്പെടാനില്ലാത്തവർ എന്നിവരുടെ ആത്മാക്കൾക്ക് നിത്യ സൗഭാഗ്യം കൽപ്പിച്ചരുളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ അമ്മ വഴി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ പിതാവേ, അങ്ങയുടെ പ്രിയസുതൻ കുരിശിൽ തൂങ്ങിക്കിടക്കവേ പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയല്ലോ. ആ ദിവ്യനാഥയുടെ സംരക്ഷണത്താൽ അനുദിന ജീവിതത്തിൽ വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. കൃതജ്ഞതാ സമർപ്പണം. ദിവ്യ യേശുവേ, അങ്ങ് ഇന്നേ വരെ പരിശുദ്ധ അമ്മ വഴി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളുടെ കൃതജ്ഞത സ്വീകരിക്കണമേ. കർത്താവേ, IMS അമ്മ വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ കുദാശകൾ വഴി അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, IMS അമ്മ വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഈ നൊവേന വഴിയായി അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ കുടുംബ സമാധാനത്തിനും ഹൃദയ സമാധാനത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, IMS അമ്മ വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, അമ്മയുടെ മാധ്യസ്ഥാൽ അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന അനേകരുടെ രോഗശാന്തിക്കും സന്താനരഹിതരായ ദമ്പതികളുടെ സന്താന ലഭ്യതയ്ക്കും ഗർഭിണികളുടെ സുഖപ്രസവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, IMS അമ്മ വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, നൊവേനയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും അങ്ങ് നൽകുന്ന ആധ്യാത്മികവും ഭൗതികവുമായ എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, IMS അമ്മ വഴി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. IMS അമ്മേ, എന്റെ രാജ്ഞി, എന്റെ ശാരീരികവും മാനസികവും ആത്മീയവുമായ എല്ലാ രോഗങ്ങളിലും നീ എന്റെ അഭയവും ശരണവുമാകണമേ. നിരവധി രോഗികൾ അമ്മ വഴി സുഖം പ്രാപിക്കുന്നുവല്ലോ. അമ്മയുടെ കരുണയിൽ ശരണപ്പെട്ട് ഇതാ ഞാൻ അങ്ങയുടെ പക്കൽ ഓടി വരുന്നു. എന്നെ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും സുഖപ്പെടുത്തണമേ. അതുവഴി അങ്ങയുടെ പുത്രന്റെ മഹത്വത്തിനും എന്റെയും മറ്റുള്ളവരുടെയും ആത്മരക്ഷയ്ക്കുമായി കൂടുതൽ സേവനം അനുഷ്ഠിക്കുവാൻ എനിക്ക് ശക്തി തരണമേ. എന്റെ അമ്മേ, രോഗങ്ങളിലും കഷ്ടതകളിലും ദൈവത്തിന്റെ അദൃശ്യമായ കരങ്ങൾ ദർശിക്കുവാൻ വേണ്ട ആന്തരിക വെളിച്ചം നൽകണമേ. അവയെ ക്ഷമാപൂർവം സഹിക്കുവാനുള്ള വരം നൽകി ഞങ്ങളുടെ ആത്മാവിനെ വിശുദ്ധീകരിക്കാനുള്ള വഴിയാക്കി തീർക്കണമേ. IMS അമ്മേ, എന്റെ രാജ്ഞി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഈശോ, മറിയം, യൗസേപ്പേ, ആത്മാക്കളുടെ രക്ഷയായിരിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, എപ്പോഴും മേലങ്കി സമർപ്പണവും സമർപ്പണ പ്രാർത്ഥനയുമാണ്. ഈ സമയത്ത് നമ്മുടെ എല്ലാവരെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും, പ്രത്യേകിച്ച് ഇവിടെ സമർപ്പണ പ്രാർത്ഥനയ്ക്കായിട്ടും അതുപോലെ മേലങ്കി സമർപ്പണത്തിനായിട്ട് വന്നിരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകളും നിയോഗങ്ങളും അവിടുന്ന് ശ്രവിച്ച് അതിന് ഉത്തരമരുളണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആലപിക്കാം.
എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും കർത്താവിൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഈ നൊവേനയിലൂടെ നമ്മൾ സമർപ്പിച്ച പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിലൂടെ സമർപ്പിച്ച പ്രാർത്ഥനകളും എല്ലാം പരിശുദ്ധ അമ്മ തിരുക്കുമാരൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടൽ പെന്തക്കൊസ്താ തിരുനാളിലേക്കിയതുപോലെ ഇന്നത്തെ നമ്മുടെ നൊവേനയിലും വചന ശുശ്രൂഷയിലും അതുപോലെ ദിവ്യകാരുണ്യ ആരാധനയിലും വിശുദ്ധ കുർബാനയിലെല്ലാം ഇന്നത്തെ ദിവസത്തെ എല്ലാ ശുശ്രൂഷകളിലും ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. എല്ലാവരും സ്വരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു. ആരാധന കർത്താവേ, മഹത്വം കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം കർത്താവേ, സ്തോത്രം കർത്താവേ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവേ വരദാനങ്ങളാൽ നിറയ്ക്കണമേ, അവിടുത്തെ കൃപയാലും അവിടുത്തെ സ്നേഹത്താലും ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങളടിച്ച് നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ നല്ല ഉണർവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ശക്തമായി സന്തോഷത്തോടെ
അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറക്കേണമേ അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറക്കേണമേ തീ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകേണമേ തീ പോലെ ഇറങ്ങണമേ യേശുനാമത്തിൽ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശേണമേ ആത്മനദിയായി ഒഴുകേണമേ ഇന്നേ ദിവസം പ്രാർത്ഥിക്കുമ്പോൾ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിലേക്ക് ആത്മാവിന്റെ വലിയ അഭിഷേകം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ അനുഭവിച്ചറിയട്ടെ, തിരുക്കുമാരന്റെ സാന്നിധ്യത്തിലൂടെ അനുഭവിച്ചറിയട്ടെ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു അധികാരം പകരേണമേ ഇനി ആത്മാവിൽ പ്രവചിച്ചിടാ അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യം